we did the right thing, but it didn't turn out that way. It's been heavy and we're starting to break, but I hope you'll be okay. Hi everyone, welcome back to my channel. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അഞ്ചൂട്ടൻ എന്താ ചെയ്യുന്നത് എന്നറിയോ? അഞ്ചൂട്ടൻ ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റ് വൈകിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പനിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ക്ഷീണമുണ്ട്. റസ്ക് ഇങ്ങനെ ചായയിൽ കുത്തി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനെ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് കുഞ്ഞാമ്മ കൊടുത്ത ഒരു കുറ്റിയാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്ന പൈസ മൊത്തം അതിൽ സേവ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അതിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ പൈസ ഇടാൻ വേണ്ടിയിട്ട്. പനി ആയതിന് ശേഷം ഒരു വക കഴിക്കൂല കേട്ടോ. അപ്പോൾ അവക്കാടോ ജ്യൂസ് അടിച്ചിട്ട് എങ്ങനെയെങ്കിലും വയറ്റിൽ കാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അത് കുടിക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക, എന്നിട്ട് കുടിക്കുമെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുടിച്ചില്ല, എന്നിട്ട് കയ്യിലേക്ക് ബൂസ്റ്റൊക്കെ ഇട്ടെടുത്ത് ഒക്കെ ശരിയാക്കിയപ്പോൾ പിന്നെ കുടിച്ചിട്ട് ബൂസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുടിച്ചു. പനിയായതുകൊണ്ട് തന്നെ വായിന് അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കൂല, ഒന്നും കഴിക്കൂല. ഇപ്പോൾ എന്താ പരിപാടി, അങ്ങനെ വെറുതെ എന്നിട്ട് വട്ടം കറക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ കാർട്ടൂൺ കണ്ടുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഈ ഫോൺ നിലത്തിട്ടിട്ട് പൊട്ടിക്കുകയും ചെയ്ത്. ഇനിയിപ്പോൾ എന്താക്കും? അപ്പോൾ ഇങ്ങനെ ഇരിക്കല്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഫോണും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് പാട്ടൊക്കെ ഇട്ട് റീൽസ് ആക്കുന്ന പോലെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ കുടിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഹലോ ഗൈസ്, എൻ്റെ അഞ്ചൂട്ടിന് ഒറ്റയ്ക്ക് ഇത് മുഴുവൻ കുടിക്കും. ഇപ്പം കുടിക്കും മുഴുവനും, കുടിക്കുന്ന കാട്ടി കൊടുക്കും, ഫുള്ള് കുടിക്കുന്ന കാട്ട്. ഒറ്റ വാലിക്ക് ഇപ്പം കുടിക്കും കേട്ടോ, ഒക്കെ ഇപ്പം കുടിക്കും. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഇഷ്ടംപോലെ മാങ്ങ കേട്ടോ. ഇത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ അമ്മോൻ്റെ മോൻ്റെ നിക്കാഹ് ഉണ്ടായിരുന്നു കേട്ടോ വളാഞ്ചേരി. അപ്പോൾ അവിടുന്ന് കണ്ടൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വളാഞ്ചേരി ആണല്ലോ പൈതൽ ജാറം, ഞങ്ങൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അഞ്ചൂട്ടനെ യാറം മൂടിക്കാനുള്ള ഒരു നെയ്യത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡെലിവറി ആയ സമയത്ത് കേട്ടോ. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അവിടെ പോകണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പൈതൽ ജാറം. അപ്പോൾ അവിടെ പോയി യാറൊക്കെ മൂടി ഞങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കോട്ടക്കുന്ന് പോയി അവിടുന്ന്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ കോട്ടക്കുന്നിലെത്തിയിട്ടോ. കോട്ടക്കുന്ന് താഴെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടാണ് കേട്ടോ അത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്താൽ ഒരിക്കലും അങ്ങനെ മണ്ടത്തരം ചെയ്യരുത്. നമ്മളിപ്പോൾ എപ്പോഴും ഒരു ട്രിപ്പ് പോകലല്ലേ അനു? എനിക്ക് ഫോട്ടോ എടുത്തല്ലേ? എന്താ മുണ്ടാനൊരു മടി? എന്തായാലും ചോദിക്കുമ്പോൾ കുഞ്ഞുട്ടാ, നമ്മൾ കുട്ടികൾ കളിക്കണ പാർക്കിലെത്തി. അമ്മച്ചി പറഞ്ഞില്ലേ കുട്ടികൾ കളിക്കുന്ന പാർക്കൊക്കെ പോകാന്ന് ബേബിയെ? ആ രാവിലെ അത് പറഞ്ഞിട്ടാ എണീറ്റ് വേഗം ട്രൗസറും കുപ്പായൊക്കെ അയച്ച്. കുഞ്ഞേ ഇതിവിടെ പാർക്കിംഗ് ആട്ടോ, കോട്ടക്കുന്നിൻ്റെ പാർക്കിംഗ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല കാം ആൻഡ് ക്വയറ്റ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ,
അല്ല പിന്നെ ഇവിടെ കൊന്നുണ്ട്, കണിക്കൊന്ന. നല്ല രസമാണ്. അങ്ങോട്ട് പോയിക്ക് അപ്പൊ പെപ്സി കുടിക്കണേ. ഇമ്മച്ചി നിങ്ങൾ പോയിക്കാണി അവിടേക്ക്. ഞാൻ അവിടുന്ന് വിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ പോവാം. വിട്ടിന്റെ മൂക്കൊന്നും എടുക്കണേ. അങ്ങോട്ട് എടുത്ത് അപ്പോൾ താഴെ പാർക്ക് ചെയ്തവർക്ക് ഇതാണ് കേട്ടോ എൻട്രി ഗേറ്റ്. ഇനി മുകളിൽ വേറെ ഉണ്ട്. കാറിൽ മുകളിൽ പോണവർക്ക് വേറെ ഗേറ്റ് ഉണ്ട് കേട്ടോ. അതിലപ്പുറത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിന് വേറെ ഗേറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഒരു കണക്കിന് സുഖം. ഇതല്ല. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ നടക്കുന്ന സ്ഥലമൊക്കെ നാച്ചുറലായിട്ട് നല്ല അടിപൊളി കാണാനുള്ള കാമൻ ക്വൈറ്റായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ഒരു കാട്ടിൻ്റെ നടുവിടെ ഇങ്ങനെ നടക്കുന്ന ഒരു ഫീലിങ്സ്. ഒരുപാട് സ്റ്റെപ്പ് കയറി കയറി നമ്മൾ മടുക്കും കേട്ടോ ഇതിലെ കയറി കഴിഞ്ഞാൽ. പക്ഷേ കാലിന് വയ്യാത്തവരൊക്കെ മുകളിലൂടെ പോവാൻ നല്ലത്. ഇപ്പോൾ ഞാൻ തന്നെ മടുത്തു പോയി കയറി കയറി. ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് കാണുന്ന ഇതാണ് കേട്ടോ. അതിൽ ആൾക്കാർ നടക്കുന്നത് കണ്ടില്ലേ, അതിനങ്ങേ അറ്റം ഒരു സ്റ്റെപ്പാണ് ഗോയ്സ്. ഇവിടെ കണ്ടോ റൈഡൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. പക്ഷെ ഇപ്പം അവിടെ ഇല്ല എന്ന് തോന്നണില്ലേ. പക്ഷെ റൈഡൊക്കെ ഉണ്ടായിരുന്നു, വലിയ റൈഡ് വണ്ടർലയിലൊക്കെ പോകുമ്പോൾ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ കടലാസ് പൂക്കൾ തൊഴിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ അവിടെയുണ്ട്. ജോഗിങ്ങിനൊക്കെ പോകുന്നവർക്കൊക്കെ ഈ സ്റ്റെപ്പ് 2 അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയാൽ മതി. ഒരുപാട് നടന്ന് പോയി എനർജി അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ ഭയങ്കര രസമാണ്. ഉമ്മ അവിടെ ക്ഷീണിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇനി ഒരുപാട് കയറി. അതിൻ്റെ തല അങ്ങോട്ട് കാണണില്ല, അത്രക്കും സ്റ്റെപ്പാണ്. എന്നിട്ട് ഉമ്മ ക്ഷീണിച്ചാൽ കണ്ട് ബോധം പോയിട്ട് അവിടെ ഇരുന്നതാണെന്ന് അറിയില്ല. ഒരുപാട് കയറാണ്ട്. പക്ഷെ കണ്ണിന് നല്ല കുളിർമ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളും സ്പേസും ഉണ്ട് കേട്ടോ. അവിടെ ഇതൊരു സ്പേസാണ്. നേരത്തെ താഴെ അവിടെ ഉമ്മ ഇരുന്ന സ്ഥലം, അവിടെ ഇരിക്കുക. ക്ഷീണിക്കുന്നവർക്ക് വഴിയിൽ വിശ്രമിച്ചിട്ട് കയറി പോകാനുള്ള അവസരമുണ്ട് കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട് ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങൾ.
എൻ്റെ പൊന്നു മക്കളെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കയറ്റം കയറി ചത്തുപോകും. ഇതുപോലെയുള്ള കുഞ്ഞു കുട്ടികളൊക്കെ ആവണം. പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുട്ടികളൊക്കെ ആവണം അങ്ങനെ കയറി വരാനേ. എന്നാൽ കയറി വരാം അല്ലേ സ്പീഡിൽ. പിന്നെ അത് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റെപ്പ് മൊത്തം കയറി അതിൻ്റെ ഹൈറ്റിലെത്തിയിട്ടുണ്ട്, എൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി. അപ്പോൾ കയറി വന്നപ്പോഴത്തേനും അംജൂട്ടനും അവലും എല്ലാവരും ഉപ്പിയും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ആ മറ്റേ ഹൈഡ്രജൻ ബലൂണോ ആ മുകളിലേക്ക് പൊങ്ങിപ്പോണ ബലൂൺ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെയുള്ള നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. കുട്ടികൾക്കും ഒക്കെ കളിക്കാനുള്ള മറ്റേ ബലൂണൊക്കെ ഉണ്ടല്ലോ, ചാടുന്ന ബലൂൺസ്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികൾക്കുള്ള കളിക്കുന്ന ബലൂൺസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കപ്പിൾസിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി ഇരിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ അത്. നല്ല ഈ ചൂടത്ത് ഭയങ്കര ചൂടാണെന്ന് വിചാരിച്ചു, പക്ഷേ അതിൻ്റെ എൻഡിൽ അത്ര ചൂടൊന്നുമില്ല. നല്ല തണലും നാച്ചുറലായിട്ടുള്ള മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ കളിക്കുന്ന നോക്കി ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരുന്നു. അതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ആ കാണുന്ന പിങ്ക് പെയിൻ്റ് അടിച്ചത് അത് കോഫി ഷോപ്പാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ കോളിഫ്ലവറാ? അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കോഫിയും ചായയും, ചായ കൊണ്ടവർക്ക് ചായയും കോഫി കൊണ്ടവർക്ക് കോഫിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മറ്റേ പൊക്കോട മേടിച്ചിട്ടുണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്സ് അതും വാങ്ങി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കുട്ടികൾ കളിക്കുന്ന ഈ ഒരു ബലൂൺസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ താഴെയുണ്ട്, അവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. താഴെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും അധികം സ്റ്റെപ്പ് കയറേണ്ടി വന്നത് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കയറിയപ്പോഴത്തേന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചത്ത് എന്ന് പറയുക. പക്ഷേ ഇത് കണ്ടോ, ഓട്ടോറിക്ഷയൊക്കെ പോണത് അത് റോഡാണ് കേട്ടോ. അതിൻ്റെ ഹൈറ്റിലേക്ക് റോഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളെന്തോ അബദ്ധത്തിൽ താഴെ വന്ന് വണ്ടി നിർത്തിപ്പോയി. അതുകൊണ്ട് മണ്ടത്തരം കാണിച്ചല്ലോ, ഇനി അങ്ങോട്ട് സഹിക്കുക തന്നെ. അപ്പോൾ അത്രയും നടന്ന് മതിയായി. പിന്നെ ഇതിൻ്റെ ഹൈറ്റിലെത്തി കഴിഞ്ഞാൽ ഇനി ഒന്നിനും തോന്നില്ല കുട്ടികളെ ഒന്നിൽ കയറ്റാനും ഇതാക്കാനും. കാരണം അത്രയും ക്ഷീണിച്ച് പോവുക. കാരണം അങ്ങോട്ട് പോവുകയാണെങ്കിൽ മുകളിൽ ഒരുപാട് വിശാലമായ പാർക്കിംഗ് ഉണ്ട്, അവിടെ പോയി പാർക്ക് ചെയ്യാൻ നല്ലത്. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ ഇവിടെ പോയി റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടി നിൽക്കാം. അപ്പോൾ അംജൂട്ടനൊക്കെ പോപ്കോൺ കിട്ടിയിട്ടുണ്ട്, അത് കഴിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അതിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു, ബലൂൺസിലൊക്കെ. ഇതിപ്പോൾ അഞ്ചൂട്ടം പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ബലൂൺസാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആ കാണുന്നതൊക്കെ ഇങ്ങനെയുള്ള ബലൂൺസാണ്. അപ്പോൾ അത് നമ്മൾ കോഴിക്കോട് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ ഒന്ന്, അതിൽ കയറി അഞ്ചൂട്ടൻ്റെ ഒരു പ്രാക്ടീസ് ആയിട്ടുണ്ട്. അപ്പോൾ അഞ്ചൂട്ടൻ അതിൽ കയറി ഉഷാറായിട്ട് കയറി കീന്നൊക്കെ ഉണ്ട് കേട്ടോ. കേറ് എടാ, ഗുഹൻ്റെ ഉള്ളിലേക്ക് പോ.
പ്രശ്ന എന്ത് കാരണം റീസൺ വേണ്ടേ? ആരാണോട് പറഞ്ഞേ പപ്പര് കോഴിയാണ്? കോഴിയോ? ആ യെസ്, പപ്പര് കോഴിയായിട്ട്. നമുക്ക് പോവാ അപ്പുറത്തേക്ക്. അഞ്ജുവിന് ഈ ഒരു സംഭവത്തിൽ കയറാണ് കേട്ടോ. പക്ഷേ ഇതിൽ അവന് കയറി കഴിഞ്ഞാൽ ഇവനത് ഡ്രൈവ് ചെയ്യാൻ കഴിയൂല. കാരണം അത് നല്ലോണം ശക്തിയായിട്ട് ചവിട്ടാണ് കേട്ടോ. അവനാണെങ്കിൽ കയറാൻ വേണ്ടിയിട്ട് 4 ഭാഗത്ത് വെയിലായി അങ്ങോട്ട് കയറുക എന്ന് അവനറിയില്ല. ഫുള്ള് ചുറ്റി നടന്ന് നോക്കുന്നുണ്ട് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഭാഗ്യത്തിന് ഫുള്ള് ആ നെറ്റോട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും പ്രായമുള്ള കുട്ടികൾക്ക്, ഒരു 6-7 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ളതാട്ടത്. അവസാനം ആ നെറ്റിൻ്റെ മുകളിലൂടെ എടുത്ത് ചാടാൻ നോക്കുക. ഞാൻ ലാസ്റ്റ് പിടിച്ചിട്ട് ആ ബലൂണിൽ തന്നെ കൊണ്ടിട്ടിട്ടാ. ബലൂണിലൊക്കെ ചാടി പൂതി തീർന്നപ്പോൾ അപ്പുറത്ത് വേറെ കുറേ റൈഡ് കേട്ടോ. ഇലക്ട്രോണിക്സ്, തോണി കാര്യങ്ങൾ, കുട്ടികളെ ഒരുപാട് റൈഡ് അവിടെ വേറെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ വേറെ ആണ് കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരു 100 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 റൈഡിൽ കയറാം. പിന്നെ ഈ തോണി, ഇതിൽ വലിയവർക്കൊക്കെ കയറാം കേട്ടോ. അത് കുട്ടികൾക്കുള്ളതല്ല, ഇത് ഭീകരമാണ് കേട്ടോ. പക്ഷേ നൈസായിരുന്നു. ഇത് കണ്ടോ ഗൈസ്, മുകളിൽ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്, ഇഷ്ടം പോലെ. പക്ഷേ ഞങ്ങൾ താഴെ വണ്ടി നിർത്തിപ്പോയി. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഇനി താഴേക്ക് നടക്കണ കാര്യം ആലോചിക്കുമ്പോൾ വട്ടായി പോവും. അംജൂട്ടനെ ആ ബലൂണിൻ്റെ ആ സ്ഥലത്തുനിന്ന് ഇത് വേറെ സ്ഥലം കേട്ടോ. അത് ഫുള്ള് ഇങ്ങനെ വേലി കെട്ടിയ പോലെ കമ്പിയോണ്ട് കെട്ടിയതുണ്ടോ. അപ്പോൾ അംജൂട്ടനോടി വന്ന് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അതിൽ കയറാൻ ടിക്കറ്റ് എടുക്കണം എന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. എന്നിട്ട് പിന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നെ എല്ലാത്തിലും കയറ്റി കേട്ടോ. പാവായി ഇങ്ങനെ നോക്കിയിരിക്കേനു. എല്ലാവരും പോണത് കണ്ടിട്ട് പിന്നെ ഉപ്പ പോയി ടിക്കറ്റ് എടുത്ത്. പിന്നെ ഇതാണ്ടോ പോണ്, ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കണത് ഓടിപ്പോയിട്ട് അതിൽ കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൻ അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 100 രൂപേൻ്റെ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 റൈഡിൽ കയറാട്ടോ. അങ്ങനെ 100 രൂപേൻ്റെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംജൂട്ടന് 4 റൈഡിലും ഓനിങ്ങനെയുള്ള 4 റൈഡിൽ, കുട്ടികൾക്ക് അങ്ങനെ കുറച്ച് 4 റൈഡ് അങ്ങനെ ഉള്ളൂ അവിടെ. പിന്നെ വലിയവർക്ക് രണ്ട് റൈഡുണ്ട്. ആ തോണിയും പിന്നെ എന്തോ ഒരു കറങ്ങുന്ന ഒരു സംഭവമുണ്ട്. ഇതാ ഈ തോണി.
പിന്നെ ഇതിലൊക്കെ അഞ്ചൂട്ടം കയറി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അവിടെ ഇരുന്നോ? അമ്മ രണ്ടാളുള്ളൂ. കുറച്ച് സമയം ഉണ്ടാവില്ലേ? 5 മിനിറ്റോ? കയറാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മഴ പെയ്തു അപ്പോഴത്തേനും. ഇപ്പോൾ ആദ്യമേ കയറി നിൽക്കുന്നവരെന്നെ സ്റ്റക്കായി പോയ അവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഒരു ആഗ്രഹം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ മഴ പെയ്താലും പിന്നെ അധികം അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല. പിന്നെ പെട്ടെന്ന് തിരിച്ചു പോകും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.